തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കക്ഷി ചേരാൻ നിലവിൽ എന്തായാലും ലീഗില്ല. ഏതെങ്കിലും ഒരു നേതാവിനെ ഈ ഘട്ടത്തിൽ പിന്തുണയ്ക്കില്ല എന്നാണ് ലീഗിന്റെ നിലപാട്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമെന്ന് പറയാമെങ്കിലും ഫലം വന്ന ശേഷം തർക്കം നീണ്ടാൽ അത് മുന്നണിക്ക് ആകെ അവമതിപ്പുണ്ടാക്കുമെന്ന് ലീഗ് നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട്. മുബഷീർ പി അക്ബർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, പാണക്കാട്ട് എന്ത് സംഭവിക്കുന്നു UDF-നുള്ളിലെ ഇത്തരത്തിലുള്ള ആശങ്കകളിൽ, ചർച്ചകളിൽ എന്നുള്ളതുകൂടി കേരളം എല്ലാ കാലത്തും ഉറ്റുനോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അനിൽകുമാർ അവിടേക്ക് എത്തുന്ന സമയത്ത് പാണക്കാട് തങ്ങളെ കാണാൻ എത്തുന്നു, തൊട്ടു പിന്നാലെ കുഞ്ഞാലിക്കുട്ടി എത്തുന്നു. വലിയ ചർച്ചകൾ പെട്ടെന്നുണ്ടായി, ഇതൊരു പിന്തുണ തേടലാണോ എന്നുള്ളത്. പക്ഷെ ലീഗ് അക്കളിക്കില്ല. തീർച്ചയായും അതും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ കക്ഷി ചേരേണ്ടതില്ല, പരസ്യമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃപദവിയിലുള്ള നേതാക്കളോടൊക്കെ തന്നെ പരസ്യ പ്രതികരണം നടത്തേണ്ടെന്നൊരു നിർദ്ദേശവും പ്രധാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം AP അനിൽകുമാറിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. KCയുടെ വിശ്വസൻ കൂടിയായുള്ള അനിൽകുമാർ പാണക്കാടെത്തിയ ഒരു കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പാണക്കാട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ബാക്കിയുള്ള നേതാക്കളുടെ വിശ്വസ്തരൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ പാണക്കാട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാട് അത് പരസ്യമാക്കാതെ നേരിട്ട് ഹൈക്കമാൻഡിനെ അറിയിക്കാനാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് പരസ്യമാക്കി കഴിഞ്ഞാൽ മുന്നണിയിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ലീഗ് അത്തരമൊരു അഭിപ്രായം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ ഏത് രീതിയിൽ പരിഗണിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന ആളുകൾ എന്നതൊക്കെ തന്നെ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ലീഗ് കാര്യത്തിൽ നിലപാടെടുക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ നേരത്തെയൊക്കെ തന്നെ 5ാം മന്ത്രിസ്ഥാനം പോലെയുള്ള വിവാദങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുണ്ടായതാണ്. അതുൾപ്പെടെ ഇല്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗിന് വേണ്ട വിധത്തിലുള്ള നല്ല വകുപ്പുകൾ, അതോടൊപ്പം തന്നെ ബോർഡ് സ്ഥാനങ്ങൾ, ക്യാബിനറ്റ് പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവ ലഭിക്കും. അതിനനുസരിച്ച് ലീഗിനെ ചേർത്ത് നിർത്തുന്ന ആളുകളോടൊപ്പം പിന്തുണക്കുക എന്നുള്ള നിലപാട് തന്നെയായിരിക്കും ലീഗ് സ്വീകരിക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്ന UDF ജയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എന്ന ബോധ്യം ലീഗിനുണ്ട് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ആ ചർച്ചയ്ക്ക് ലീഗ് ഒരുമ്പെടുന്നില്ല. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.